ഐക്യു സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരികയാണ്. ഐക്യു ഒരു ഫോൺ ഇറക്കുന്നത് ഏത് സെഗ്മെന്റിലാണെങ്കിലും ആ സെഗ്മെന്റിൽ വെച്ച് ഏറ്റവും മാന്യമായ വിലയിൽ മുടക്കുന്ന തുകയുടെ ഇരട്ടി മൂല്യം തിരിച്ചു നൽകുന്ന വിധത്തിലാണ് അവ അവതരിപ്പിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഐക്യു ഫോണുകൾ വാങ്ങുന്നവർക്ക് പൊതുവെ നിരാശ തോന്നാറില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഐക്യു ഫോണുകളിൽ ഏറ്റവും മികച്ചത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റുമായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഐക്യു 12 ആണ്. ഈ കരുത്തൻ ചിപ്സെറ്റ് ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ചത് ഐക്യു 12 തന്നെയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഐക്യു 12 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ച സ്മാർട്ട് ഫോൺ എന്ന നേട്ടം ഐക്യു 12 സ്വന്തമാക്കി. ഇപ്പോൾ ഐക്യു 13 അതേ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഐക്യു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 4 ചിപ്പ് നവംബറിൽ പ്രഖ്യാപിക്കും. അതിന് പിന്നാലെ ഐക്യു 13 ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിന് പിന്നാലെ ഫോൺ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യപ്പെടും. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷം ഡിസംബറിൽ പുതിയ ഐക്യു 13 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ഇത്തവണത്തെ ഐക്യു 13 മോഡലിന് ഒപ്പം പ്രോ മോഡൽ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രമുഖ ടിപ്സ്റ്ററായ ഡിജിറ്റൽ ചാർജ് സ്റ്റേഷൻ വരാൻ പോകുന്ന ഐക്യു 13 ഫീച്ചറുകൾ സംബന്ധിച്ച ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഐക്യു 12 1.5K റെസൊല്യൂഷൻ അമോലഡ് ഡിസ്പ്ലേയിൽ നിന്ന് കാര്യമായ നവീകരണം ഐക്യു 13 ഉണ്ടാകും. ഇത് 2K റെസൊല്യൂഷനോട് കൂടിയ OLED പാനലായിരിക്കും. ഐക്യു 13 ചിപ്സെറ്റ് പുതിയ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 4 ചിപ്സെറ്റ് ആണ് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. 6000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക എന്ന് ടിപ്സ്റ്റർ പറയുന്നു. ഈ ഐക്യു ഫോണിൽ 100 വാട്ട് റാപ്പിഡ് ചാർജിംഗ് ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ DCS റിപ്പോർട്ട് ചെയ്തിരുന്നു. ഐക്യു 12 നിന്ന് 13 വരുമ്പോൾ ക്യാമറകളുടെ ലേഔട്ടിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ടിപ്സ്റ്റർ പറയുന്നത്. കൂടാതെ 50 MP ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവും ഉണ്ടായിരിക്കും. അതിൽ 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഉൾപ്പെട്ടേക്കാം. ഐക്യു 13 മെറ്റൽ മിഡിൽ ഫ്രെയിമും ഗ്ലാസ് ബാക്കും ഉണ്ടായിരിക്കുമെന്ന് മുൻ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. IP68 അല്ല എങ്കിൽ IP69 റേറ്റിംഗ്, പൊടി ജല പ്രതിരോധം എന്നിവയുമായി ഐക്യു 13 എത്തിയേക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഐക്യു 12 12GB റാമും 256GB സ്റ്റോറേജുമുള്ള അടിസ്ഥാന വേരിയന്റിന് 52,999 രൂപയാണ് വില. 16GB റാമും 512GB സ്റ്റോറേജുമുള്ള ടോപ്പ് എൻഡ് വേരിയന്റിന് 57,999 രൂപയും നൽകണം. പുതിയ ഐക്യു ഫോണും 60,000 രൂപയിൽ താഴെ വിലയിൽ എത്താനാണ് സാധ്യത. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എങ്കിലും സാധാരണക്കാർക്കും മറ്റും വാങ്ങാൻ സാധിക്കുന്ന വിധത്തിലാണ് ഫോണുകൾ എത്താറുള്ളത്. ഐക്യു സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരികയാണ്. ഐക്യു ഫോണിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പുതിയൊരു ഐക്യു മോഡൽ വാങ്ങാൻ കാത്തിരിക്കുന്നയാളാണെങ്കിൽ ഈ വർഷം ഡിസംബർ വരെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഐക്യു 13 തന്നെ സ്വന്തമാക്കാവുന്നതാണ്.